കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടല്, നാഗം, മുച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണൻ ഏകാദശിയും ദ്വാദശിയും ത്രയോദശിയൊക്കെ കഴിഞ്ഞ നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. നല്ല കൗതുകണ്ട് കളഭാലങ്കാരം കാണാൻ. കാലുമേൽ ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന നിറത്തോടു കൂടിയുള്ള തളകളാണ് ചുവപ്പ് കസവായിട്ടുള്ള അങ്ങനെ നല്ല ഭംഗിയുള്ള തളകളാ കാലിന്മേൽ അണിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ആഭരണങ്ങളും അതുപോലെ ഏകദേശം. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കൊമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. ഈ ചുവപ്പും ഇപ്പൊ കസവും കൂടി ഉള്ളതാണ് ഇങ്ങനെ വെള്ളി വെള്ളി വല്യ പോലെ പോലെ ഇങ്ങനെ 2 മുട്ടങ്ങിന്റെ അവിടേക്ക് ഇങ്ങനെ ആ കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല വള്ളി വള്ളി നല്ല ഭംഗിയായിട്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല കൗതുകമാണ്. അകത്തേക്ക് നോക്കിയാൽ ആകെ തിളക്കാട്ടോ. നല്ല ഈ കസവിൻ്റെതും ആഭരണങ്ങളുടെ ഇതൊക്കെ കൂടെ ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങാ. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിൻ്റെ കൈവളകൾ, തോൾവളകൾ അതൊക്കെ ഈ ചുവപ്പ് കസവും കസവും കൂടി ഇങ്ങനെ ഉള്ളതാണ്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു വെണ്ണൂറില അതിങ്ങനെ കഴിക്കാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ഇടത്ത കയ്യിൽ ഒരു ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനെ അന്ന് ചാർത്തിരിക്കണം കേട്ടോ. ഏഹ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ണിക്കണ്ണനെ കാണാൻ. പിന്നെ കസവിൻ്റെ ഇതൊക്കെ സ്വർണ്ണത്തിൻ്റെ തിളക്കും, ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, മയിൽ പീലിങ്ങനെ ചന്ദനം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല കൗതുകമുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കിയും കൊണ്ട് വെണ്ണൂറിലെയും മോടക്കോഴിലും പിടിച്ച് നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമാണ് ഇട്ട് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിയിരിക്കുന്നത്. തെച്ചിപ്പൂവും വെളുത്ത പൂവും തുളസിപ്പൂവായിട്ടുള്ളത്. പിന്നെ തെച്ചിപ്പൂ മാത്രമായിട്ടുള്ളത് ഒന്ന്. കഴുത്തിൽ നല്ല വനമാല ധാരാളം തെച്ചിയായിട്ട് അതിൻ്റെ ഇടയിൽ കുറേശ്ശെ കുറേശ്ശെ തുളസി പാട്ട് നല്ല തടിച്ചുരുണ്ടൊരു ഉണ്ടമാല. അതിനൊപ്പം തന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂവും താമരപ്പൂ ഇങ്ങനെ ഇളകുന്ന അങ്ങനത്തെ ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളും ചാർത്തിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ നല്ല പുഞ്ചിരി തൂക്കിയും കൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ ട്ടോ. ഉണ്ണിക്കണ്ണനെ കണ്ടാൽ തന്നെ നല്ല സന്തോഷം. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത്. അപ്പോൾ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് തെച്ചിയും തുളസിയായിട്ട് 2 എണ്ണം, ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 3 എണ്ണം. 4, 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും നടുവിൽ നല്ല പ്രസന്നവതനായിട്ട് തന്നെ പറയാം. നല്ല പുഞ്ചിരി തൂക്കിയും കൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണൻ. നല്ല സന്തോഷമാണ്. ഞാൻ നല്ല സന്തോഷത്തിലാണ്. ആ ഉണ്ണിക്കണ്ണൻ ആ പുഞ്ചിരി ആ വെണ്ണൂറിലെയും ഓടക്കുഴലും കയ്യിൽ പിടിച്ചാൽ അന്ന് ഇപ്പുണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ തന്നെയാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. അത്ര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ നല്ല രസമല്ലേ. ഗുരുവായൂരപ്പാ ഞങ്ങൾ അനുഗ്രഹിക്കണേ, ഭക്തന്മാരെ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 97 ശ്ലോകം 9 മലയാള വിവർത്തനം. മാർക്കാണ്ഡേയനൊരിക്കൽ ശിവനചല സുതാം യുക്തനർത്തിച്ചിടാതെ വാർദ്ധക്യം മൃത്യുവും പോയൊഴിയുമിതി വരം 2 നൽകി ഗമിച്ചൻ. ഏവം നിൻ സേവ കൊണ്ടേ സ്മരരിപുവിനു മുൾ പ്രീതിയുണ്ടാകയുള്ളൂ. മൂർത്തിത്രയാത് മകൻ നീ സകലമിക നിയന്ത്രിപ്പതും വ്യക്തമല്ലോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണൂറിലെയും മുടക്കോളിലും പിടിച്ച് നല്ല സന്തോഷത്തിൽ ഈ ആടയാഭരണങ്ങളൊക്കെ ആ നെയ്വിളക്കിൻ്റെ ശോഭനങ്ങൾ തിളങ്ങാൻ കണ്ണൻ്റെ പുഞ്ചിരിയും അതുപോലെ എന്തൊരു ഭംഗിയാറിയോ കാണാൻ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിലങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ ഒരു പ്രഭാവന തന്നെയാണ് ശ്രീലകത്തേക്ക് നോക്കിയാൽ. അത്ര രസമായിട്ട് ആ പുഞ്ചിരി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ പുഞ്ചിരി നോക്കണം. ആ സച്ചിദാനന്ദ കണ്ണൻ്റെ തിരുമുഖം ഉണ്ടല്ലോ അത് മുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.